ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ സാധിച്ചതിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ദൈവം നാമം മഹത്വപ്പെടട്ടെ. നാം വായിച്ചതായ തിരുവചനത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നാണ് നാം വായിച്ച് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ മാനസാന്തരത്തെക്കുറിച്ച്, മാനസാന്തരപ്പെടുക എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങളെക്കുറിച്ചാണ് പറയുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ളത്. അപ്പോൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർന്നുള്ളതായിട്ടുള്ള നമ്മുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് മാനസാന്തരപ്പെടുക എന്നുള്ളത് പലരും പല വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെ സുവിശേഷം കേട്ടു, ചിലപ്പോൾ കൈകളെ ഉയർത്തി യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്നു, മാനസാന്തരപ്പെട്ടു എന്ന് പറയും. വീണ്ടും പഴയ ജീവിതം തന്നെ, പഴയതുപോലെ തന്നെ വീണ്ടും ജീവിക്കുകയാണ്. ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. വീണ്ടും പുകവലിക്കുന്നു, രഹസ്യമായിട്ട് മദ്യപിക്കുന്നു, മറ്റു പല പാപപ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ വീണ്ടും മുൻപോട്ട് പോവുകയാണ്, ജഡീകന്മാരായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവരും പറയും ഞങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയും, പിന്നെ സ്നാനപ്പെടും. പക്ഷേ മാനസാന്തരപ്പെട്ടതിൻ്റേതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും കാണുവാനായിട്ട് കഴിയില്ല. ഇന്നങ്ങനെ അനേകം ആളുകൾ, എല്ലാവരുമല്ല, പല ആളുകളും ആ വിധത്തിലാണ് മുൻപോട്ട് പോകുന്നത്. എന്നാൽ നാം വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടുക മാത്രമല്ല, തുടർന്നുള്ളതായിട്ടുള്ള ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലേ മാനസാന്തരപ്പെട്ടതുകൊണ്ട് ഗുണമുണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു മാനസാന്തരം എന്താണ്. മാനസാന്തരം എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ മുൻപാകെ ഒരു മനുഷ്യൻ സ്വയം പാപിയാണെന്ന് സമ്മതിച്ച്, പാപത്തെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പാപബലികൾ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം ആഗ്രഹപ്രകാരവും ഒക്കെ ജീവിച്ചു. എന്നാൽ ഈ സുവിശേഷം കേൾക്കുവാൻ, ദൈവകൃപയിലേക്ക് വരുവാൻ ദൈവം അവസരം നൽകി, ദൈവം ഭാഗ്യം നൽകി. അങ്ങനെ നമുക്ക് മാനസാന്തരം ഉണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളത് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുകയും, ഒരു പുതിയ ജീവിതം, അതാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇപ്പോൾ നമ്മൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ ക്രിസ്തുവിലല്ല, ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ. പക്ഷേ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരികയാണ്. കാരണം യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ക്രിസ്തുവില്ലാത്ത ഒരു ജീവിതമല്ല കഴിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് മാനസാന്തരപ്പെട്ടാൽ എങ്ങനെയാണ് തുടർന്നുള്ള ജീവിക്കേണ്ടതെന്ന് നാം ചിന്തിച്ചാൽ ദൈവവചനത്തിൽ തന്നെ നമുക്ക് ഇത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപവഴികളെ ഉപേക്ഷിച്ച് യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന, ശരിക്കും ദൈവത്തിങ്കിലേക്ക് മനം തിരിയുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യമായിട്ട് സ്നാനപ്പെടണം എന്ന് തന്നെ അവർ പറയും.
യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട വ്യക്തി ഉടനെ സ്നാനപ്പെടും, പിന്നെ സ്നാനപ്പെടാതിരിക്കില്ല. ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ഒരു സുവിശേഷ പ്രഘോഷണം നടത്തുന്നുണ്ട്. അവിടെ ഇത്തിരി ആളുകൾ പുതിയതായിട്ട് വന്ന് സുവിശേഷം കേൾക്കാറുണ്ട്. അവരോട് ഞാൻ സ്നാനത്തെക്കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു. ചില ആളുകൾ മാനസാന്തരപ്പെട്ടു, അവർക്ക് സ്നാനം എന്താണെന്നോ ഒന്നും അവർക്കറിയത്തില്ല. അവർ മാനസാന്തരപ്പെട്ടു. പക്ഷെ അവർ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വന്ന് എന്നോട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, പാസ്റ്ററെ ഞാൻ മാനസാന്തരപ്പെട്ടു, യേശുവിനെ സ്വീകരിച്ചു, ഇനി എനിക്ക് സ്നാനപ്പെട്ടേ പറ്റൂ, എനിക്ക് പെട്ടെന്ന് വേഗത്തിൽ എനിക്ക് സ്നാനം തരണം എന്ന് പറഞ്ഞതായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ആദ്യമായിട്ട് അവർക്കുണ്ടാകുന്നൊരനുഭവം, അവർക്ക് സ്നാനപ്പെടണം, യേശുവിനെ സ്വീകരിച്ചത് മാത്രമല്ല യേശു ക്രിസ്തുവിനോടൊപ്പം ചേരണം എന്നുള്ളതായിട്ടുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അവരുടെ പഴയ മനുഷ്യനെ വെള്ളത്തിലേക്ക് കുഴിച്ചിടുകയാണ്. അവരൊരു പുതിയ സൃഷ്ടിയായിട്ട് പിന്നെ നമ്മൾ ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ജീവിതം തുടരുകയാണ്. അപ്പോൾ മാനസാന്തരപ്പെട്ട വ്യക്തി വേഗത്തിൽ സ്നാനപ്പെടും. അത് യഥാർത്ഥമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്നാനപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന സ്നാനപ്പെടുന്ന വ്യക്തി, ആ സ്വന്തം ഇഷ്ടപ്രകാരം സ്നാനത്തിന് വരുന്ന വ്യക്തി, ആ വ്യക്തി തീർച്ചയായിട്ടും മാനസാന്തരപ്പെട്ട വ്യക്തി ആയിരിക്കും. നമ്മുടെ ഇടയിലൊക്കെ പല സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്ന പല ആൾക്കാരെ എനിക്കറിയാം. അവർ വളരെ തീവ്രമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരോട് പലരോട് സംസാരിക്കുമ്പോൾ അവർ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരതിന് പല മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്നോട് സംസാരിക്കട്ടെ, ഞാൻ സ്നാനപ്പെടാം, അല്ലെങ്കിൽ സ്നാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ മാനസാന്തരപ്പെട്ടു, അത് മതി എന്നൊക്കെ പറയുന്നതായിട്ട് ആൾക്കാരുണ്ട്. പക്ഷെ അത് തിരുവചന പ്രകാരം തെറ്റാണ്. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെടും, സ്നാനത്തിനായിട്ട് മുൻപോട്ട് വരും. മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം സ്വന്തം മനസ്സോടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്നാനപ്പെടുക, സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുക എന്നുള്ളതാണ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക മാത്രമല്ല, പിന്നെ അതുമുതൽ ജീവിതത്തിൽ വലിയ വ്യത്യാസമാണ്. മുൻപ് ചിലപ്പോൾ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തി പിന്നെ ഒരിക്കലും ലഹരി ഉപയോഗിക്കത്തില്ല. പുകവലിക്കാനോ മദ്യപിക്കാനോ ലഹരികൾ ഉപയോഗിക്കാനോ ഒന്നും പോകത്തില്ല. മാനസാന്തരപ്പെടുന്നതിന് മുൻപ് ചില രഹസ്യ പാപങ്ങളും ജീവിതത്തിൽ കോപവും ക്രോധവും ഈർഷ്യയും പകയും പിണക്കവും അസൂയയും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനുള്ള ടെൻഡൻസിയും കള്ളസാക്ഷ്യം പറയുന്നതും ലോകത്തിലെ ആഡംബര ജീവിതങ്ങൾ നയിക്കുന്നതും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന വ്യക്തികളെ നമുക്കിന്ന് ധാരാളം അറിയാം. അവരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ചർച്ചിൽ പോകുന്നവരായിരിക്കാം, ചിലപ്പോൾ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പെന്തക്കോസ്ത് ചർച്ചിൽ തന്നെ പോകുന്നവരായിരിക്കാം, അവർ സ്നാനപ്പെട്ടവരുമായിരിക്കാം. പക്ഷേ പലരും മാനസാന്തരപ്പെട്ടിട്ടില്ല. വീണ്ടും പല രഹസ്യ പാപങ്ങളും ദുർനടപ്പും കോപവും ക്രോധവും ഈർഷ്യയും പകയും പിണക്കവും വല്ലാത്ത ജീവിതം അങ്ങനെ നയിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ ചിലപ്പോൾ നമുക്കറിയാം. അത് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ അവർ ജഡീകന്മാരാണ്, ആത്മീയരല്ല. അപ്പോൾ അവർ മാനസാന്തരപ്പെട്ടതല്ല. മാനസാന്തരപ്പെട്ടു എന്ന് അവർ പറയുന്നെങ്കിലും സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടില്ല. വീണ്ടും പഴയ സ്വഭാവം, ദ്രവ്യാഗ്രഹവും ദുർനടപ്പും വാവിഷ്ഠാണവും വിഗ്രഹാരാധനയും ഇങ്ങനെ ബൈബിൾ വെറുക്കുന്നതായിട്ടുള്ള അനേക പാപപ്രവൃത്തികൾ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഉണ്ട്. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരു സ്വയപരിശോധന നടത്തണം. ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്, ഇതുപോലെയുള്ള ഏതെങ്കിലും പാപങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറയപ്പെട്ടതുപോലെയുള്ള ഏതെങ്കിലും പാപപ്രവൃത്തികളുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളുണ്ടെങ്കിൽ, ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവവചനത്തിന് വിപരീതമായിട്ടുള്ള ഏതെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിൽ ആ സ്വഭാവം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് വീണ്ടും മാനസാന്തരപ്പെടണം, ദൈവകൃപയിലേക്ക് വരണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്വയപരിശോധനയാണ്. നമുക്കെന്താണ് സ്വയപരിശോധന?
നമ്മൾ ദൈവവചനം കേട്ടു, അല്ലെങ്കിൽ സുവിശേഷം കേട്ടു, നമ്മൾ മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തരപ്പെട്ട അനുഭവത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഇന്ന് നാം വായിച്ച തിരുവചനത്തിൽ വായിച്ചത് ഇങ്ങനെയാണല്ലോ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അപ്പം മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും പരിശോധിക്കണം. ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ, ജഡത്തിൻ്റേതായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളവർ വീണ്ടും മാനസാന്തരപ്പെടണം. കാരണം ആ സ്വഭാവത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് മാനസാന്തരം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. ദൈവരാജ്യം നമ്മുടെ സമീപെ വന്നിരിക്കുകയാണ്. മാത്രമല്ല എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് വളരെ ആസന്നമായിരിക്കുകയാണ്. അപ്പോൾ വളരെ ആസന്നമായിരിക്കുന്നത് കൊണ്ട് നാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് ആ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. നാം ബൈബിളിലെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് വന്ന ചില ആളുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. സഖായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഖായി എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടായത്? സഖായിക്ക് യേശുവിനെ കാണാനുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു വരുന്നു എന്നറിഞ്ഞപ്പോൾ യേശുവിനെ കാണാനായിട്ട് സഖായി വളരെ ആഗ്രഹിച്ചു. സഖായിക്ക് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്ന് യേശുവിനെ കാണാൻ ശ്രമിച്ചു. യേശു കർത്താവ് അവിടെ വന്നിട്ട് സഖായിയെ വിളിക്കുകയാണ്, സഖായിയെ നീ ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കാൻ വരികയാണ്. അപ്പോൾ സഖായിക്ക് യേശു തൻ്റെ വീട്ടിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സഖായിക്ക് വലിയ വ്യത്യാസമുണ്ടായി, മാനസാന്തരം ഉണ്ടായി. അപ്പോൾ സഖായിയുടെ നേരത്തെയുള്ള സ്വഭാവം എന്തായിരുന്നു? ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു. അന്യായമായിട്ട് ആൾക്കാരെ നിന്ന് പണം മേടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയ സമയത്ത് മാനസാന്തര അനുഭവം വന്നപ്പോൾ സഖായി പറയുകയാണ്, ഞാൻ അന്യായമായിട്ട് മേടിച്ചതെല്ലാം തിരികെ കൊടുക്കാൻ പോവുകയാണ്. എന്തോ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഈ മാനസാന്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തിരുത്താവുന്ന തെറ്റുകളെല്ലാം തിരുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നുപോയി, അപാകതകൾ വന്നുപോയി, അത് ഞാൻ തിരുത്തുകയാണ്. അന്യായമായിട്ട് മേടിച്ചതെല്ലാം തിരിച്ചു കൊടുക്കുക. അപ്പോൾ സഖായിക്ക് ആ ഒരു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. അതുകൊണ്ട് സഖായിക്ക് എന്താണ് യേശു അവസാനം പറയുന്നത്? ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുകയാണ്, നീയും അബ്രഹാമിൻ്റെ മകനായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ അല്ലാതെ ഞാൻ മാനസാന്തരപ്പെട്ടു, ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ല, ഇതുവരെ ചെയ്തതൊക്കെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു രീതി അല്ല ശരിക്കുമുള്ളൊരു മാനസാന്തരം. സഖായി മാനസാന്തരപ്പെട്ടപ്പോൾ ആ ജീവിതത്തിൽ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ബൈബിളിൽ നമ്മൾ മറ്റ് പലരെയും നമുക്കറിയാം. പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ മീൻപിടുത്തക്കാരനായിട്ട് ലോകപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയാണ്. യേശുവിനെ കണ്ടുമുട്ടി, യേശുവിനെ എൻ്റെ ശിഷ്യനായിട്ട് തീർന്നു. പിന്നെ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ഒരു സ്വഭാവം, യേശുവിനെ സേവിക്കുന്ന, യേശുവിൻ്റെ ഒരു ശിഷ്യനായിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ജീവിത രീതി. അതുപോലെ പൗലൂസ് അപ്പോസ്തലനെ നമ്മൾ എടുത്തു നോക്കിക്കേ. പൗലൂസ് അപ്പോസ്തലൻ ശൗൽ എന്നുള്ള പേരിൽ ജീവിച്ച് ദൈവസഭയെ, ദൈവജനത്തെ വളരെ ഉപദ്രവിച്ച ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ
പൗലോസ് അപ്പോസ്തലൻ്റെ സ്വഭാവം നമുക്കറിയാം. വല്ലാത്ത സ്വഭാവം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന സ്വഭാവം, ദൈവസഭയ്ക്ക് ദോഷം ചെയ്തതായ സ്വഭാവം. പക്ഷേ ആ പൗലോസ് അപ്പോസ്തലന് എന്ത് സംഭവിച്ചു? ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗീയമായ ദർശനമുണ്ടായി. കർത്താവ് പൗലോസ് അപ്പോസ്തലനെ പിടിക്കുകയാണ്, ദൈവകൃപയിലേക്ക് പൗലോസിനെ കൊണ്ടുവരികയാണ്. പൗലോസ് ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ സ്വഭാവം മാറി, ജീവിതം മാറി. ദൈവജനത്തെ ഉപദ്രവിക്കാൻ നടന്ന പൗലോസ് ദൈവജനത്തെ സ്നേഹിക്കുന്നവനായി. സഭയെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ച പൗലോസ് സഭ പണിയുന്നവനായി. കർത്താവിൻ്റെ നല്ലൊരു അപ്പോസ്തലനായിട്ട് പൗലോസ് രൂപാന്തരപ്പെടുവാനായിട്ടിടയായി. അങ്ങനെ നമ്മൾ ഈ വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാനസാന്തരപ്പെട്ട അനേകരെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പല ശിഷ്യന്മാർ എൻ്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക എന്ന യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ പലരും യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. അവരുടെ സ്വഭാവം, ജീവിതം എല്ലാം മാറി, വ്യത്യാസമുണ്ടായി. അവർക്ക് ക്ഷമിക്കുന്ന മനോഭാവം ഉണ്ടായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മനോഭാവം ഉണ്ടായി, എല്ലാം സഹിക്കുന്ന മനോഭാവം ഉണ്ടായി, പല വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായിട്ടുള്ള സ്വഭാവം ഉണ്ടായി. അവരുടെ എല്ലാ പാപ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട്, ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും ഈ ബൈബിളിലെ ഫിലോമോൻ്റെ ലേഖനം വായിക്കുമ്പോൾ ഒനോസിമോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒനോസിമോസ് ഒരു ജയിലിൽ കിടന്നതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പൗലോസ് അപ്പോസ്തലൻ ഒനോസിമോസിനോട് ജയിലിൽ വെച്ച് സുവിശേഷം പറയുകയും ഒനോസിമോസ് മാനസാന്തരപ്പെടുകയും ചെയ്തു. പിന്നെ എന്താണ് ഒനോസിമോസിന് സംഭവിച്ചത്? ആ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ പുറത്തിറങ്ങി ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കുന്നതായിട്ട് കാണാം. ആ ഒനോസിമോസിനെ കുറിച്ച് ഫിലോമോൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്: മുൻപേ ഈ ഒനോസിമോസ് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ പ്രയോജനമുള്ളവനായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അനേകരുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വലിയ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തോ ഒരു മനോഹരമായ സ്വഭാവമാണ്, വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ഞങ്ങളുടെ ഒരു സുവിശേഷ പ്രവർത്തനത്തിലൂടെ കുറേ ആളുകൾ മാനസാന്തരപ്പെടുവാനായിട്ടിടയായി, പ്രത്യേകിച്ച് ജയിലിലെ ശുശ്രൂഷയിലൂടെ. ചിലരൊക്കെ പുറത്തിറങ്ങിയിട്ട് സുവിശേഷ പ്രവർത്തകരായിട്ട് അവർ തീർന്നു. അപ്പോൾ അതിൽ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ചില സഹോദരന്മാർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പലപ്പോഴും ഓർക്കും. അവരിങ്ങനെയാണ് പറഞ്ഞത്: ഒരു കാലത്ത് കടാര ഏന്തിക്കൊണ്ട് നടന്ന കൈകളിൽ മാനസാന്തരപ്പെട്ട് സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ടുള്ള ബൈബിൾ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എന്ന്. അപ്പം ഇതാണ് വ്യത്യാസം. അപ്പോൾ സ്വഭാവത്തിലുണ്ടാകുന്ന രൂപീകരണം, അല്ലാതെ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുകയും പിന്നെയും വഴക്കുണ്ടാക്കുകയും കള്ളക്കേസ് കൊടുക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ദൈവസഭയ്ക്ക് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുകയും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന വ്യക്തി യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടിട്ടില്ല. അങ്ങ് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് പരിശോധനയ്ക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? നമ്മൾ മാനസാന്തരപ്പെട്ടെന്ന് പറയുകയും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാഴ്ച ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവരെങ്ങോട്ടാണ് പോകുന്നത്? നിത്യനരകത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ച് വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിട്ട് അവസാനം നിത്യനരകത്തിൽ പോകരുത്. അതുകൊണ്ട് സ്വയമായിട്ട് പരിശോധന നടത്തണം, മറ്റാരും അറിയണ്ട. ദൈവമുൻപാകെ ഞാൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണോ കായ്ക്കുന്നത്, ദൈവവചനപ്രകാരമാണോ ജീവിക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ഇന്ന് ചില ആളുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ രക്ഷയൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അത് വചനപ്രകാരം അത് ശരിയല്ല. കാരണം
നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി രക്ഷിക്കപ്പെട്ടപ്പോൾ. പക്ഷേ നമ്മൾ വചനപ്രകാരം മാനസാന്തരത്തിന് അനുകൂലമായിട്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് ആ പേര് മായ്ച്ചു കളയും. നമ്മൾ ബൈബിളിൽ മോശ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുന്നതിനെക്കുറിച്ച്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴും നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും എപ്പോഴെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ യേശുവിനെ സ്വീകരിച്ചെന്ന് പറയുകയും പിന്നെ നമ്മളതെല്ലാം വിട്ട്, ചിലപ്പോൾ നമ്മൾ പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്നവരായിരിക്കാം, കൈയടിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ദൈവഹിതം അല്ലാതെ ജീവിച്ചാൽ, പാപത്തിൽ ജീവിച്ചാൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് അതിനോടെല്ലാം വിട പറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അത് കർത്താവിൻ്റെ കൽപ്പന കൂടെയാണ്. നാം കർത്താവിൻ്റെ കൽപ്പന എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പറയുകയാണ്, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെടുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. അപ്പോൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുകയും വീണ്ടും അശുദ്ധിയിൽ തന്നെ ജീവിക്കുകയും ചെയ്താൽ സ്വർഗം ലഭിക്കില്ല. അതുകൊണ്ട് ജീവിതത്തെ ദൈവത്തിനായിട്ട് കൊടുത്തൊന്ന് പരിശോധിക്കുക. ഞാൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നുണ്ടോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പാപപ്രവൃത്തികൾ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് ഏതെങ്കിലും പാപപ്രവൃത്തികളുണ്ടെങ്കിൽ അതിനെ നീതീകരിക്കാതെ ആ പാപ വഴികളെല്ലാം ഉപേക്ഷിക്കുക. ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിച്ച് ഒരു പുതിയ ജീവിതം നമ്മൾ നയിക്കുക. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നാം ദൈവവചനപ്രകാരം ഒരു പുതിയ ജീവിതം ജീവിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാനും അവസാനം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിക്കും. എനിക്ക് അനേക ആളുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനേകർ ഇതുപോലെ മാനസാന്തരപ്പെട്ടെന്ന് പറയുകയും വീണ്ടും വല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. വളരെ ദുഃഖം തോന്നും. പല ആളുകളും വീണ്ടും മദ്യപിക്കുന്നവരായി, ആ സഭായോഗം ഉപേക്ഷിച്ച്, ആരാധനകളിൽ പങ്കെടുക്കാതെ, പ്രാർത്ഥിക്കാതെ, ദൈവവചനം വായിക്കാതെ, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അനാത്മീയരായിട്ട് ജീവിക്കുന്ന ആളുകൾ. ചിലപ്പം പ്രത്യേക അവസരങ്ങളിലൊക്കെ ചർച്ചിൽ വന്നാൽ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷെ അത് ദൈവം അംഗീകരിക്കുകയില്ല. മാത്രമല്ല, ഈ പിന്മാറ്റത്തിൽ പോകുന്ന പല ആളുകൾ പോലും അന്യഭാഷ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും, അയ്യോ അന്യഭാഷയൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കും, അയ്യോ അവർ ആത്മീയരാണല്ലോ, അന്യഭാഷ പറയുന്നുണ്ടല്ലോ. അല്ല, നമ്മൾ അന്യഭാഷ പറയുന്നത് കൊണ്ട് അവർ ആത്മീയരാണ്, വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്, ദൈവമക്കളാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പിന്മാറിപ്പോയാലും വീണ്ടും ചിലപ്പോൾ അന്യഭാഷ പറയാം. ചിലപ്പോൾ ഈ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതായ ഭാഷ ആയിരിക്കത്തില്ല. അവർ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ അവർ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കാതെ ലോകമനുഷ്യരായിട്ട് ജഡീകരായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ അകത്ത് വേറെ ആത്മാവ് കയറി വരും. ആ ആത്മാവും വേണമെങ്കിൽ അന്യഭാഷയൊക്കെ പറയും. അതുകൊണ്ട് അന്യഭാഷ പറയുന്നത് കൊണ്ട് ഇവർ ആത്മീയരാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ചിന്തിക്കല്ലേ. നമ്മൾ പരിശോധിക്കണം, ഞാനൊരു ആത്മീയനാണോ, ഞാൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയാണോ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ജീവിതത്തെ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അപ്പം നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ മനസ്സിലാവും, ഈ വ്യക്തി മാനസാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ഒരു ദൈവപൈതലായി തീർന്നു എന്ന് മറ്റുള്ളവർക്കും ബോധ്യപ്പെടും. അവൻ്റെ സംസാരം മാറി, അവൻ്റെ വസ്ത്ര ധരിക്കുന്നതിൽ വ്യത്യാസം വന്നിരിക്കുന്നു, സംസാരം മാറിയിരിക്കുന്നു, അവൻ്റെ കോപ സ്വഭാവം മാറിയിരിക്കുന്നു.
അവൻ സ്നേഹിക്കുന്നു, ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അവൻ ചർച്ചിൽ പോകുന്നു, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു. മറ്റുള്ളവർ അവനെ ഉപദ്രവിക്കാൻ ചെന്നിട്ടും അവനെതിരെ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്തിട്ടും സ്തോത്രം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്നു, എല്ലാം സഹിക്കുന്നു. അപ്പോൾ മനസ്സിലാകും ഈ വ്യക്തി മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ഇത് ആരുടെയെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല, നമുക്കൊന്ന് സ്വയപരിശോധന നടത്താൻ വേണ്ടിയാണ്. കാരണം ഇന്ന് ധാരാളം പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും പല ആളുകളും മാനസാന്തരപ്പെട്ട അനുഭവത്തിലല്ല, അല്ലാതെ ഇങ്ങനെ അവർ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ദൈവകൃപയിലേക്ക് വരുന്ന ആളുകളുണ്ട്. ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ പ്രതീക്ഷിച്ചല്ല. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനം നിത്യജീവൻ, സ്വർഗത്തിലെത്തണം. ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും സ്വർഗത്തിലെത്തണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് സ്വർഗത്തിലെത്താൻ അതിൻ്റെ ആദ്യത്തെ പടി മാനസാന്തരപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് തരുന്ന ഈ രക്ഷ, ഈ അവസരം നമ്മൾ പാഴാക്കല്ലേ. കൃപയാൽ നമുക്ക് സുവിശേഷം കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് തന്നെ എന്തെന്ന് ചോദിച്ചാൽ പത്രോസിൻ്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ചൊരു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ചിലരെങ്കിലും മാനസാന്തരപ്പെടട്ടെ എന്ന് വിചാരിച്ച് കർത്താവ് ദീർഘക്ഷമ കാണിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിൽ എത്രയോ പേർക്ക് ഈ സുവിശേഷം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, മാനസാന്തരത്തിൽപ്പെടാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. അനേകരും അങ്ങനെ ലോകത്തിൽ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൃപയാൽ നമുക്ക് ഈ സുവിശേഷം കേൾക്കാനും യേശുവിനെ അറിയാനും ഒരു ദൈവപൈതലായിട്ട് ജീവിക്കാനുമുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ഈ അവസരം നമ്മൾ പാഴാക്കി കളയല്ലേ. നമ്മൾ പാഴാക്കിയാൽ പിന്നെ നമ്മൾ ദൈവം മുൻപാകെ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ അവസരം പാഴാക്കാതെ മാനസാന്തരപ്പെടുക. മാനസാന്തരം ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരിക്കലും ഉണ്ടാകുന്നതാണ്. മാത്രമല്ല പിന്നെ എന്നും മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ അത് നാം ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ദൈവം തരുന്ന ആയുസ് മുഴുവനും, നമ്മുടെ ജീവിതകാലം മുഴുവനും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ എല്ലാം ക്രമീകരിച്ച് നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഞാനൊരു ദൈവപൈതലാണെന്നുള്ള ബോധ്യത്തോടുകൂടി, ദൈവപൈതലാണെന്നുള്ള ചിന്തയോടുകൂടി നാം ചെയ്യുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ജീവിതത്തിൽ വരല്ലേ. നമ്മളൊരു ആത്മീയരായിട്ട് ജീവിക്കുക. അതാണ് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരവും മാനസാന്തരത്തിലുള്ള ഫലവും. നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുകയും ഏതെങ്കിലുമൊക്കെ ചർച്ചിലൊക്കെ പോവുകയും എങ്ങനെയെങ്കിലുമൊക്കെ ലോകത്ത് ജീവിക്കുകയൊക്കെ ചെയ്താൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഒരു പുതിയ മനുഷ്യരായിട്ട് ജീവിക്കുക. നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരാം, നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ വരാം, പല നഷ്ടങ്ങൾ വരാം, കഷ്ടങ്ങൾ വരാം. പക്ഷെ അതെല്ലാം സഹിക്കുക. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. അത് സഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സഹിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ദൈവം നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിനോട് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തും. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. ആ കൃപ നമ്മോടുകൂടെ ഇരിക്കും. അപ്പോൾ നമ്മൾ ദൈവകൃപയിലേക്ക് വരിക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യഭാഷ പറയുന്നത് കൊണ്ട് മാത്രമായില്ല. അന്യഭാഷയൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവാണോ. നമ്മൾ പുതിയ നിയമത്തിലൊരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ഏത് ആത്മാക്കളെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കണം. നമ്മളിലിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണോ എങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മാനസാന്തരത്തിൻ്റെ ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒരു ഫലം കണ്ടാണല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. നല്ല ഫലങ്ങൾ കായ്ക്കുന്ന, നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്ക്കുന്ന, ദൈവനാമം മഹത്വപ്പെടുന്ന, അനേകർക്ക് പ്രയോജനകരമായ ഒരു ഫലം കായ്ച്ച് ശരിക്കും മാനസാന്തരപ്പെട്ട അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. ബൈബിളിൻ്റെ ഭാഗമായ പുതിയ നിയമം വായിക്കുക. അതിനകത്ത് നമ്മൾ ജീവിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനപ്രകാരം ജീവിക്കുക, ദൈവത്തെ സേവിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക.
അങ്ങനെ ദൈവവചനപ്രകാരം ജീവിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പ്രകടിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ലഭിച്ച നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, മാനസാന്തരപ്പെട്ടവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലവിധമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളെയും നേരിടേതാണ്ട് വരുന്നു. അവിടെയെല്ലാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാഴ്ച ശരിക്കും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ, വചനം കേട്ടവരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമല്ലാത്ത എന്തെങ്കിലും ഫലം വരുന്നെങ്കിൽ ദൈവമേ അവർക്ക് ബോധ്യപ്പെടുത്തി അവരുടെ മനസാക്ഷിയിൽ സംസാരിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പ്രകടിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.